പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ നിന്ന് ഒരു ദുഃഖവാർത്ത. ഒരു സ്വകാര്യ ആയുർവേദ കമ്പനിയുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന മിഥുൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു. മിഥുൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥന്മാർ നടത്തിയ മാനസികമായ പീഡനമായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ജൂലൈ 14 മിഥുനെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി വല്ലാതെ ശകാരിച്ചിരുന്നു. അതേ തുടർന്ന് ജോലി രാജിവെക്കുകയാണ് എന്ന് മിഥുൻ പറഞ്ഞത്രേ. നീ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാപനത്തിലും നിന്നെ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ ഭീഷണിപ്പെടുത്തുകൂടെ ചെയ്തത്രേ. അതിൻ്റെ പേരിലാണ് മിഥുൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, മിഥുൻ എന്ന ചെറുപ്പക്കാരൻ്റെ തികഞ്ഞ അവിവേകമായി പോയത്. അങ്ങനെ ഒരു ഭീഷണിയൊക്കെ മുഴക്കിയെന്ന് കരുതിയിട്ട് വലിച്ചെറിഞ്ഞ് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം. മനുഷ്യജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇതല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ കിട്ടാൻ എന്താണ് പ്രയാസമുള്ളത്? കൊണ്ട് വളരെ നിർഭാഗ്യമായിപ്പോയി നമ്മുടെ ചെറുപ്പക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ മാനസികമായിട്ടുണ്ടാകുന്ന ചെറിയ വ്യഥകളിൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് ചെയ്യരുത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ചെറുപ്പക്കാരന് മരുന്ന് കമ്പനി ടാർഗറ്റ് കൊടുത്തിരുന്നു. നീ മാസം ഇത്ര മരുന്ന് വിറ്റിരിക്കണം. അതൊരു ആയുർവേദ മരുന്ന് കമ്പനിയിൽ പോലും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അലോപ്പതി മരുന്നുകളുടെ കാര്യം എന്തായിരിക്കും? ആര് വാങ്ങിക്കഴിക്കുന്നു, ആവശ്യമുണ്ടായിട്ടാണോ അല്ലയോ എന്നൊന്നും മരുന്ന് കമ്പനികൾക്ക് അറിയേണ്ട കാര്യമില്ല. അത് അലോപ്പതി മരുന്ന് കമ്പനിയായാലും ആയുർവേദ മരുന്ന് കമ്പനിയായാലും ഹോമിയോ മരുന്ന് കമ്പനിയായാലും ഏത് മരുന്ന് കമ്പനിയാണോ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ലാതെ മൊത്തം സമൂഹത്തിനും വേണ്ടി ഉണ്ടാക്കുന്ന സെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രിയാണോ, വ്യവസായവൽക്കരിക്കപ്പെട്ടോ, അവിടെ പിന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല വിൽപ്പന. വിറ്റിരിക്കണം, വിറ്റ് തീർത്തിരിക്കണം, പരമാവധി കൂടുതൽ ഉണ്ടാക്കണം, പരമാവധി കൂടുതൽ വിൽക്കണം എന്നുള്ളതാണ്. ആളുകൾ വാങ്ങി തിന്നുകയോ കളയുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞമ്മക്ക് കച്ചവടം നടക്കണം. ആ രീതിയിലുള്ള പ്രഷറാണ്. കേരളത്തിൽ നൂറുകണക്കിന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളുണ്ട്. ഇവർക്കെല്ലാം ടാർഗറ്റുണ്ട്. ഇവർക്ക് മാത്രമല്ല, ഡോക്ടർമാർക്കും അവർ ടാർഗറ്റ് കൊടുക്കും. ഡോക്ടറെ, ഞങ്ങൾ ഡോക്ടർക്ക് വിദേശയാത്ര തരാം, ഡോക്ടർ ഞങ്ങളുടെ മരുന്ന് മാസം ഒരു 20,000 എണ്ണം വിൽക്കണം, ഡോക്ടർക്ക് ഞങ്ങൾ ഒരു നല്ല ഫണ്ട് തരാം. അല്ല, ഡോക്ടർക്ക് എന്താ വേണ്ടത്? വീടാണോ? ഓ, ഡോക്ടറെ വീട് തരാം. പക്ഷെ ഞങ്ങളുടെ സർജിക്കൽ മെറ്റീരിയൽസ്, ഡോക്ടർ ഒരു സർജനല്ലേ, അത് ഇത്ര വിറ്റിരിക്കണം, ചിലവാക്കിയിരിക്കണം എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ സർജറി ഞങ്ങളുടെ സാധനം വിൽക്കാൻ വേണ്ടി ചെയ്യണമെന്നാണ് അർത്ഥം. ആശുപത്രി മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കോട്ട, നിങ്ങൾ ഇത്ര ലക്ഷം രൂപയുടെ മരുന്ന് വിറ്റിരിക്കണം, ഇത്ര ലക്ഷം രൂപയുടെ ടെസ്റ്റുകൾ എഴുതിയിരിക്കണം, ഇത്ര ലക്ഷം വരുമാനം വരുന്ന രീതിയിലുള്ള സർജറികൾ ചെയ്തിരിക്കണം. പല ആശുപത്രികളിലും പീസ് റേറ്റാണ്. നിങ്ങൾ മാസത്തിൽ 60 സിസേറിയൻ ചെയ്തിരിക്കണം, 100 ചെയ്തിരിക്കണം. സിസേറിയൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്തിരിക്കണം. അതെങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നറിയണ്ട. പിന്നെ നിങ്ങൾ ചില മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയിരിക്കണം. അത് വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നൊരു കാര്യമാണ്. രോഗികളിൽ ഒരു മരുന്നും പരീക്ഷിക്കാൻ പാടില്ല എന്നാണ്. രോഗി സമ്മതിച്ചാലും രോഗിയോട് പറഞ്ഞിട്ടായാൽ പോലും മരുന്ന് പരീക്ഷണത്തിന് ഒരു ഡോക്ടറും രോഗിയോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്.
കംപ്ലീറ്റ് വോളണ്ടിയേഴ്സിൽ മാത്രം പുറത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂരിലെ ജനനീതി എന്ന് പറയുന്ന ഫാദർ ജോർജ് പുലുകുത്തിയലിൻ്റെ സംഘടന പുറത്ത് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നിട്ടൊരു കാര്യമൊന്നുമില്ല. അതിനപ്പുറം അവിടെ നടക്കും. ഇതുപോലെ അതിഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ആശുപത്രി മേഖലകളിൽ നടക്കുന്നത്. ഈയിടെ ഡോക്ടർ ഗംഗാധരൻ, നമ്മുടെ ക്യാൻസറിൻ്റെ അവസാന വാക്കായിട്ട് കരുതപ്പെടുന്ന ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ പറയുന്നത് വിദേശ കുത്തകകൾ വരുന്നു, വിദേശ കുത്തകൾ വന്ന് നമ്മുടെ ആശുപത്രികളെല്ലാം വാങ്ങിക്കൂട്ടി താങ്ങാനാവാത്ത ചെലവുകളിലേക്ക് വരും. വളരെ ഭീകരമായൊരവസ്ഥയാണ്. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ അദ്ദേഹം ആളെ വിളിച്ചു വരുത്തുന്ന ലേക്ക് ഷോറിൻ്റെ അവസ്ഥ എന്താണ്? വിദേശ കുത്തകളൊക്കെ എന്തിനാണ് ഡോക്ടർ ഗംഗാധരൻ? നിങ്ങളുടെ ആശുപത്രിയിൽ മരിക്കാൻ സാധ്യതയില്ലാത്ത ചെറുപ്പക്കാരെ നിങ്ങൾ തന്നെ കൊന്ന് അവയവങ്ങൾ മോഷ്ടിക്കുകയല്ലേ? ഇതിൽ പരം ഒരു ക്രൂരത ആരാണ് ചെയ്യാനുള്ളത്? എവിടെയാണ് സങ്കല്പിക്കാൻ സാധിക്കില്ലല്ലോ. ഒരക്ഷരം ഡോക്ടർ ഗംഗാധരൻ താങ്കൾ മിണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. ഒരു അലോപ്പതി ഡോക്ടറായ ഡോക്ടർ ഗണപതിയാണ് അത് കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് ഇപ്പോൾ അന്വേഷണം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഗംഗാധരൻ്റെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ED പരിശോധന നടത്തി. ED പരിശോധന നടത്തി പറയുന്ന കാര്യങ്ങളായി ഞങ്ങൾ അറിയുന്നത് കിഡ്നി കച്ചവടം, കരൾമാറ്റ കച്ചവടം, കരൾ മാറ്റാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് തരുന്നതിന് കരാറ് കൊടുത്തിരിക്കുന്നു, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. കിഡ്നി മാറ്റാൻ ആളെ കൊണ്ടുവന്നാൽ 50,000 കൊടുക്കും, കരൾ മാറ്റാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്നാൽ 1 ലക്ഷം കൊടുക്കും. പിന്നെ കരൾ മാറ്റുന്നതിന് കരൾ കൊടുക്കുന്നവർക്ക് കരൾ മാറ്റാനിരിക്കുന്നയാൾ കൊടുക്കുന്നത് എത്ര ലക്ഷമാണ്, കോടികളാണ്. പക്ഷെ കിട്ടുന്നത് നക്കാപ്പിച്ചയും അതും ഇടനിലക്കാരായിട്ടുള്ള ഡോക്ടർമാരും ഈ കരാറ് വെച്ച ഏജൻസിയും എല്ലാം കൂടെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കേട്ടു. എന്തിനാണ് ഡോക്ടർ ഗംഗാധരൻ വിദേശ കുത്തകൾ വരുന്നത്? നിങ്ങൾ പോരെ. ഇനി വിദേശ കുത്തകൾ വരുന്നതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ കാര്യമുണ്ട്. ഇവിടെ വളരെ നന്നായിട്ട് മരുന്ന് പരീക്ഷണങ്ങൾ നടത്താം. ICUവിൽ കിടക്കുന്ന രോഗിക്ക് എന്തു പറ്റിയാലും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. വെന്റിലേറ്ററിലെ രോഗിയാണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ പിടിച്ചിടുന്ന സ്ഥലമായിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്, അനുഭവമുള്ളവരാണ് പറയുന്നത്. അതേപോലെ അവയവമാറ്റത്തിന് ഇവിടുത്തെ മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഞങ്ങൾ കൊടുത്തത് അപ്പുറത്ത് കിടക്കുന്ന തോമസിനും ഇപ്പുറത്ത് കിടക്കുന്ന ഗോപാലനും അപ്പുറത്ത് കിടക്കുന്ന റഹീമിനുമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ മഹത്തായ പ്രതീകമായ ആ കുഞ്ഞിനെ ഞങ്ങൾ വാഴ്ത്തിപ്പാടും. പക്ഷേ യഥാർത്ഥത്തിൽ ആ അവയവങ്ങൾ പോയിട്ടുള്ളത് വിദേശത്ത് നിന്നും വന്ന കോടീശ്വരന്മാർക്കായിരിക്കും. അങ്ങനെയും പരാതികൾ ആശുപത്രികളെക്കുറിച്ച് ഉയർന്നിട്ടുള്ളതാണ്. അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയണോ, എങ്ങും എത്തൂല എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ കുറഞ്ഞ വിലയ്ക്ക്, വിദേശത്തൊരു എലിയെ കിട്ടുന്ന വിലയ്ക്ക് ഇവിടെ ജീവനുള്ള മനുഷ്യരുടെ ഹൃദയവും കരളും വൃക്കയും ഒക്കെ മോഷ്ടിച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതിന് ചിന്തിക്കാനാവാത്ത വിലയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് വിദേശ കുത്തകകൾ ഇങ്ങോട്ട് കഴുകന്മാരെ പോലെ പറന്ന് വീഴുന്നത്. ലേക്ക് ഷോർ ആശുപത്രി ഒട്ടും മോശമല്ലല്ലോ. ലേക്ക് ഷോറിൻ്റെ പിന്നാലെ തന്നെ ആത്മീയ നേതാക്കൾ നടത്തുന്ന ആശുപത്രികളും EDയുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അവരും അത്ര മോശക്കാരൊന്നുമല്ല. പിന്നെ ഇക്കാലത്ത് 1000-2000 ഒക്കെ മുടക്കി ഒരു ആശുപത്രി നടത്തുമ്പോൾ മനുഷ്യത്വമൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണടച്ച് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ കാലഘട്ടത്തിനനുസരിച്ച് ടാർഗറ്റൊക്കെ കൊടുത്ത് ആത്മീയ നേതാക്കൾ നടത്തുന്ന ആശുപത്രികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളിത് കണ്ടു കഴിഞ്ഞ് ഇപ്പം മിഥുൻ്റെ മരണം ദൗർഭാഗ്യകരമായ പാവ കുടുംബത്തോടുള്ള സങ്കടം അറിയിക്കുകയാണ്. സങ്കടത്തിൽ പങ്കുചേരാനല്ലാതെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇതിൽ നിന്നെങ്കിലും നാട്ടുകാരൊരു പാഠം പഠിച്ച് 10 പേരെങ്കിലും കണ്ണു തുറന്നിരുന്നെങ്കിൽ
മിഥുൻ്റെ ആത്മാവിന് അത്രയേറെ ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. നിങ്ങൾ ആശുപത്രികളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. എറണാകുളത്തെ വലിയൊരു ആശുപത്രി ബോർഡ് തന്നെ വെച്ചിട്ടും നിങ്ങൾ നന്നായില്ലെങ്കിൽ പിന്നെ എങ്ങനെ നന്നാവാനാണ്? ഞങ്ങൾ 100 മുറികളുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ തുടങ്ങിയത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാത്തത് കൊണ്ടാണ് എന്നൊരു ആശുപത്രിക്കാർ കേരളത്തിൽ എഴുതി വച്ചില്ലേ? എന്നിട്ടും നിങ്ങൾ കണ്ണു തുറക്കില്ല എങ്കിൽ പഠിച്ച വിഡ്ഢികളെ, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? എന്ന് രക്ഷപ്പെടും? ആര് നിങ്ങളെ രക്ഷിക്കാൻ? നിങ്ങൾ പാടുപെട്ടുണ്ടാക്കുന്ന കാശ് അവർ പിഴിഞ്ഞൂറ്റിക്കൊണ്ടുപോകും. കുറേ ഹെൽത്ത് ഇൻഷുറൻസുകാർ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പരിധി 40,000 ആണ്. അയ്യോ, ഇൻഷുറൻസ് എടുപ്പിക്കാൻ വന്നപ്പോൾ അവന്മാരിത് പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ? ഭൂതത്തിന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ 19 പേജുകളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാകും. ആർക്ക് വായിക്കാനാണ്? അത് നിങ്ങളെടുത്തതിൽ ഈ സെക്ഷൻ പെടുന്നില്ല. കഴിഞ്ഞ ദിവസം അൽ നൂറിൻ്റെ കുഴിമന്തി കഴിച്ച് കുഴി പോകാറായ കുറച്ച് ആളുകളുടെ അനുഭവങ്ങൾ TV കണ്ടു. അതിലൊരമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുകാർ ഇൻഷുറൻസ് തരില്ല എന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തരില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഉപഭോക്തൃ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഈ കഴുകന്മാരായ ഹെൽത്ത് ഇൻഷുറൻസുകാരെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒരെണ്ണം വേറെ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചതെന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡോക്ടറെ ബന്ധപ്പെട്ട് ഈ രോഗിയുടെ ചാർട്ടുകൾ അവർ വാങ്ങും. അപ്പോഴാണ് 5 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് പൈൽസിനൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, മറച്ചു വെച്ചു, സപ്രഷൻ ഓഫ് മെറ്റീരിയൽസ്, അവരങ്ങ് ഇൻഷുറൻസ് കമ്പനി അങ്ങ് തള്ളും. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ജലദോഷത്തിന് അവിടെ നിന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകളാണ്. അതുകൊണ്ട് ആശുപത്രിയുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്, ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ മൂർച്ചയുള്ള കത്തി ഉണ്ടെന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ നിരുത്തരവാദപരമായ ജീവിതം നയിച്ചാൽ ഇതായിരിക്കും ഫലം. ഗതികേടായിരിക്കും, അനാരോഗ്യമായിരിക്കും, ദുരിതം സഹിച്ചുള്ള മരണമായിരിക്കും. ആശുപത്രി കിടന്ന് മരിച്ചാൽ പിന്നെ അധികം ശവസംസ്കാരമൊന്നും വേണ്ടി വരില്ല. ശരീരത്തിൽ പകുതി അവർ കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇതാണ് കേരളീയൻ്റെ അവസ്ഥ. വിദേശ കുത്തകൾ വന്നു കൂടുമ്പോൾ ഡോക്ടർ ഗംഗാധരൻ പറയുന്നത് ശരി തന്നെയാണ്. അത് വളരെയേറെ ഭീകരമാകും. ജാഗ്രത പാലിക്കുക, പരിഹാരം ഒന്നേ ഉള്ളൂ, രോഗം വരാതെ ജീവിക്കുക. അത് പ്രകൃതി ജീവനത്തിലൂടെ സാധിക്കും. അടിവരയിട്ട് പറയാം, ഗ്യാരണ്ടി പോലും നൽകാൻ കഴിയും. രോഗങ്ങളില്ലാത്ത ജീവിതം. ഞങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരാണ്. കേരളത്തിൽ ഇന്ന് 100 കണക്കിന് കുടുംബങ്ങൾ, ആത്മാഭിമാനത്തോടെ പറയട്ടെ, 100 കണക്കിന് കുടുംബങ്ങളുണ്ട് രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ. നിങ്ങൾക്കും എന്തുകൊണ്ടതായിക്കൂടാ? കമൻറ്റുകൾ എഴുതണം, കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. നമുക്ക് രോഗമില്ലാത്തൊരു കേരളം ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.